ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? യെസ്. അപ്പൊ നമ്മളിതേ 4ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ വലിയ കുട്ടികളായിട്ടുണ്ട്. ഇന്ന് മാം വന്ന് എന്തിനാന്നറിയാവോ? യെസ്, നമ്മൾക്ക് അറബിക് എക്സാം ആണ് അല്ലേ? ആ അറബിക് എക്സാമില് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ കുറച്ച് ഈ ഒരു ടോപ്പിക് മാം പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ. അപ്പൊ മാം നേരെ കണ്ടന്റിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു കണ്ടന്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾക്കറിയാം നമ്മളിപ്പോ മലയാളത്തില് ഒരുപാട് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നീ എവിടെയാ, നീ എന്തിനാ പോയേ, നീ എപ്പോഴാ വരിക അല്ലെ, ആ രീതിയിൽ ചോദിക്കും. ഇതൊക്കെ എന്താണ്? എന്ത്, എങ്ങനെ, എവിടെ, ആര്, ഇതൊക്കെ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ്. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെയാണ് പറയാ മക്കളെ? ഒന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, നമുക്കറിയാം വാട്ട് അല്ലെ, വെൻ, വെയർ, എവിടെ. പണ്ട് മാമിന്റെ കാലത്ത് മാം പഠിച്ചൊരു പാട്ടുണ്ടായിരുന്നു, കുട്ടിക്കാലത്ത്. എന്താണെന്നറിയോ? വാട്ട്, എന്ത്, വിച്ചേത്, വെന്നെപ്പോൾ, വേറെ, എവിടെ, ഹൗ മനി, എത്ര അല്ലെ? ഒന്ന് പാടി നോക്കിയേ. വട്ടെന്ത്, വിച്ചേത്, വെന്നെപ്പോൾ, വേറെ, വീട്, ഹൗ മനി, എത്ര അല്ലെ? അപ്പൊ അതേപോലെ ഇതൊക്കെ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ്. അതേപോലെ അറബിക്കിലും ഇതേപോലെ കുറെ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ പാരഗ്രാഫ് തന്നിട്ടില്ലേ, ഫിഖറ തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറയും അവര്. ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുണ്ടാവും, ആൻസർ അതിലുണ്ടാവും. പക്ഷെ ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് നമുക്ക് അറിയണ്ടേ? അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ മാമിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താവുള്ളൂ ആൻസർ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ മാം ഓടിച്ചാടിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ്. എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കയ്യിൽ ഒരു ചെറിയ പെൻസിലോ അതല്ലെങ്കിൽ ഒരു പേനയോ പിന്നെ ഒരു ബുക്കും കയ്യിൽ വെച്ചോ കേട്ടോ. കാരണം മാം ചിലപ്പോൾ മീനിങ് ഒക്കെ പറയുമ്പോൾ അറിയാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. ഓക്കെ. യെസ്. അപ്പൊ മാം വീഡിയോയിലേക്ക് പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇവിടെ ഒരാള് ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ. ആരാ അത്? ഇങ്ങനെ, എന്താപ്പ അതങ്ങനെ, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ആലോചിച്ചിട്ടാണ് ഇരിക്കണേ അല്ലെ? യെസ്. അവന്റെ ചുറ്റുമുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഐന, കൈഫ, ഹൽ, കം, മാദ, മൻ, ലിമൻ, മാ, ലിമാദ അല്ലെ? ഇത്രയും ക്വസ്റ്റ്യൻസ് അവന്റെ ഇങ്ങനെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ കുഞ്ഞുങ്ങളെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ നന്നായിട്ട് പഠിക്കണം, ഇതിന്റെ മീനിങ്. ഓക്കെ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം കേട്ടോ. ഐന എന്ന് പറഞ്ഞാൽ എന്താണ്? ഐന. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഐന? എന്താ മക്കളെ ഐന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഐന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ഒന്ന് പറഞ്ഞേ. എവിടെ. ഐന, എവിടെ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഐന എന്ന് പറഞ്ഞാൽ എവിടെ. യെസ്. എവിടെയാണ് നിന്റെ വീട് ചോദിക്കൂലേ? നീ എവിടേക്കാണ് പോകുന്നത് അല്ലെ? എവിടെ എന്നുള്ള വേർഡിന്റെ അറബിക് വേർഡാണ് ഐന. ഓക്കെ. വേർ അല്ലെ? വേർ എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം. ഓക്കെ. വേർ ഇസ് യുവർ ഹോം അല്ലെ? അങ്ങനെ ചോദിക്കില്ലേ? ഐന ബൈതുക്, നിന്റെ വീട് എവിടെയാ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഐന ബൈതുക്, നിങ്ങളുടെ വീട് എവിടെയാ അല്ലെ? അതാണ് ഐന. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അടുത്തത് എന്താ? കെയ്ഫ. എങ്ങനെയാണ് നമ്മളിപ്പോ SSLC പാസ്സാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ 5ാം ക്ലാസ് പാസ്സാവുക? ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പം? ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെന്താ? കിഫ് ഹാലുക് അല്ലെ? കിഫ് ഹാലുക്. എന്താ കിഫ് ഹാലുക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? യെസ്, ഹൗ, എന്താണ് നിങ്ങളുടെ അവസ്ഥ അല്ലെ? നിനക്ക് സുഖമാണോ എന്നാണ് അല്ലെ? എങ്ങനെയാണ് നിങ്ങളുടെ പോക്ക്? നീ ഉഷാറായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കൂലേ? അപ്പൊ കിഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ അല്ലെ? ഹൗ. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഹൗ. ഓക്കെ. അപ്പൊ അറബിക്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? കെയ്ഫ.
യെസ്, അത്രേ ഉള്ളൂ കെയ്ഫ. ഓക്കെ, അപ്പൊ അത് മനസ്സിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അടുത്തത് ഹൽ. ഹൽ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് എന്താ അറിയോ? പലർക്കും അറിയലുണ്ടാവില്ല. കാരണം എന്താ അറിയോ? ഹൽ എന്ന് നമ്മൾ പലപ്പോഴായിട്ടും എന്താ പറയാ, വളരെ കുറച്ചായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ ഹൽ, അല്ലെ? അപ്പൊ ഹൽ എന്ന് പറയുമ്പോൾ ആണോ, നിങ്ങൾ ചെയ്യാറുണ്ടോ, നിങ്ങൾ പോവാറുണ്ടോ, അങ്ങനെയാണോ എന്ന് ചോദിക്കൂലേ? അപ്പൊ ആണോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഹൽ എന്ന് പറയാം കേട്ടോ. മാം ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതണോ? ഐന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഐന എന്ന് പറഞ്ഞാൽ എവിടെ, അല്ലെ? എവിടെ. ഓക്കെ, മാം ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി തരാം കേട്ടോ. എവിടെ. കെയ്ഫ എങ്ങനെ. എങ്ങനെ. അടുത്തത് ഹൽ എന്ന് പറഞ്ഞാൽ ആണോ, അതല്ലെങ്കിൽ ഉണ്ടോ. കം. ഇനി അടുത്തത് കം. കം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എത്ര. എത്ര. ഹൗ മെനി. കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മെനി, എത്ര. ഓക്കെ, കം. നീ എത്ര പത്തിരി കഴിച്ചു? നമ്മൾ ചോദിക്കാറില്ലേ, എടാ നീ എത്ര മുട്ടായി ഇപ്പൊ കഴിച്ചു, പറയാറില്ലേ? ഓക്കെ, അപ്പൊ കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എന്നാണ് മീനിങ്. അടുത്ത നോക്കിയേ, മാത. മാത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത്. മാത എന്ത്. എന്ത്, വാട്ട്, അല്ലെ? വാട്ട്, അല്ലെ? അപ്പൊ മാത എന്ത്, കം എത്ര, ഹൽ ആണോ, കെയ്ഫ എങ്ങനെ, ഐന എവിടെ. ഇനി അടുത്തത് മാ എന്ന് പറഞ്ഞാലും എന്ത് എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. അടുത്തത് മൻ. മൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മൻ മൻ മൻ, ആര്, അല്ലെ? മൻ എന്ന് പറഞ്ഞാൽ ആര്. ഓക്കെ, ഹൂ. നമ്മൾ ചോദിക്കൂലേ ഹൂ ആർ യു, നീ ആരാണ് ചോദിക്കൂലേ? യെസ്, അതാണ് ഹൂ. മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് എന്നാണ് പറയാ കേട്ടോ. ഇനി അടുത്തത് ലിമൻ. ആരോടാണ്. ലിമൻ എന്ന് പറഞ്ഞാല് ആരോടാണ്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ്. ലിമൻ ആരോട്, അതല്ലെങ്കിൽ ആർക്ക് വേണ്ടി. അടുത്തത് ലിമാത. ലിമാത എന്ന് പറഞ്ഞാൽ എന്താ? ലിമാത എന്തുകൊണ്ട്. ലിമാത മാന എന്തുകൊണ്ട്. ഓക്കെ ആണല്ലോ? ലിമാത എന്തുകൊണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വരുന്നത്. അപ്പൊ മാമിന്റെ മക്കള് നിർബന്ധമായിട്ടും പഠിക്കണം. എന്നാലേ നമുക്ക് പാരഗ്രാഫിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ പറയണ്ടേ? ഇത് നമ്മളെ പാഠഭാഗത്തുള്ള ഒരു എക്സാമ്പിൾ ആണ് മാം പറഞ്ഞു തരുന്നത്. ഇവിടെ നോക്കിയേ, മാമ്പത്തെ ഇത് വായിക്കുന്നൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു മഅരിളു സിറാഇ കാണിക്കുന്നുണ്ട്, അല്ലെ? മഅരിളു സിറാഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മഅരിളു സിറാഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, കാർഷിക പ്രദർശനം, അല്ലെ? യെസ്. അപ്പോ ഇവിടെ തൊട്ട താഴെ നോക്കിയേ, കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. കം, മത്ത, മൻ. കണ്ടോ? ഇവിടെ മാം ടിക്കറ്റ് കണ്ടോ? മൻ, മത്ത, കം. ഓക്കെ, കം, മത്ത, മൻ. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ വേർഡുകളും നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഈ ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയേ, കം ഹസ്മൻ ഫിൽ മാരിയല്. കം എന്ന് പറഞ്ഞാൽ എത്ര, നമ്മൾ പഠിച്ചതാണ്, അല്ലെ? കം എത്ര. അപ്പൊ നോക്കിയേ, ഈ കം എന്നുള്ള മീനിങ് നോക്കുമ്പോൾ ഹസ്മാണ് പിന്നെ വരുന്നത്. ഹസ്മ, അല്ലെ? ഹസ്മ എന്നുള്ളത് അവിടെ ഉണ്ട്. അപ്പൊ അത് എവിടെയാ നോക്കിയാൽ മതി. കം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയ ക്വസ്റ്റ്യനിൽ എവിടെയാ തന്നത് നോക്കുക. മനസ്സിലായോ? എന്നൂടെ പറഞ്ഞുതരാം. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡുകൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ആ ക്വസ്റ്റ്യൻ വേർഡുകൾക്ക് ശേഷം വരുന്ന പോർഷൻ ഇല്ലേ, അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം വരുന്ന പോർഷൻ, ആ പോർഷനെ മെല്ലെ ഈ പാഠഭാഗം എന്താണ് പറയണേ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയാ വരുന്നത് എന്നൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ആൻസർ അവിടെ. അതാണ് ഇവിടെ ആൻസർ. അപ്പൊ കം, ഈ കം എന്നുള്ളതിന് ശേഷം വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഹസ്മൻ, ദാ ഇവിടെ കൊടുത്ത്. അപ്പൊ എത്രയാണ്? 50, അല്ലെ? അടുത്തത് മത്താ യബ്ദഉൽ മാരിൽ, അല്ലെ? മത്ത എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? എപ്പോൾ എന്നാണ്. എപ്പോൾ. മത്താമാന എപ്പോൾ. യബ്ദഉൽ മാരിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാരിൽ തുടങ്ങുന്നത്, പ്രദർശനം, ഷോ തുടങ്ങുന്നത് എപ്പോഴാണ്? അപ്പൊ ഈ യബ്ദഉൽ മാരിൽ എന്നുള്ളത് എവിടെ വന്നത് നോക്കിയേ, എവിടെയാ വന്നത്? യെസ്, ഇങ്ങനെ പോയിട്ട് ഇഖാമത്തു ബി ഇഖാമത്ത് മാരിൽ സിറാഇ ഇബ്തിദാ. കണ്ടോ? യബ്ദഉ എന്നുള്ള പദത്തിന്റെ അതേ ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്നതാണ് ഇബ്തിദാ. ഓക്കെ, തുടങ്ങുന്നു. അപ്പൊ ഡേറ്റ് കിട്ടിയില്ലേ?
മത്ത എപ്പോഴാണ് തുടങ്ങുന്നത്. ഇനി മൻ ആലന ബിൽ മഅരിൽ സിറാഇ, ആരാണ് ഈ ഷോ നടത്തുന്നത് അല്ലെ? മൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോ മൻ എന്ന് പറഞ്ഞാൽ ആരാണിത് നടത്തുന്നത്? ആരാണ്? ഹുക്കൂമത്തു കേരള അല്ലെ? യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങളെ എന്താണെന്ന് അറിയാവോ? ക്വസ്റ്റ്യൻ വേർഡ്സുകൾ പഠിച്ചാലേ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ ഫിഖറ തരും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ എഴുതണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് പഠിക്കണം? ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ മറക്കരുത്, അത് പഠിച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. മാം ഒന്ന് ജസ്റ്റ് ഒന്ന് ബോക്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ബിമാദ എന്തുകൊണ്ട് നമ്മൾ പഠിച്ചതാണല്ലോ. യെസ്. മല ഹാഷിം ഹക്കായിബ്. ഇനി ഇത് എവിടെയാ വന്നത് നോക്കിയേ, പാരഗ്രാഫിൽ എവിടെയാ വന്നത്? മല ഹാഷിം അൽ ഹക്കായിബ്. കണ്ടോ മക്കളെ? മല ഹാഷിം അൽ ഹക്കായിബ് അല്ലെ? അപ്പൊ അതിന്റെ ആൻസർ എവിടെയുള്ളത്? ബിത്തുറാബി അസ്മിദത്തി ത്വബിഅ. കണ്ടോ ആൻസർ കിടക്കുന്നത്? സിമ്പിൾ ആണ് അല്ലെ? അടുത്തത് ഇല ഐന ദഹബ ഹാഷിം. ഇല ഐന എവിടേക്കാണ്? കണ്ടോ, ഇല ഐന എവിടേക്കാണ് ദഹബ ഹാഷിം പോയത്? ഹാഷിം എങ്ങോട്ടാ പോയത്? ഇല ഐന നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ വേർഡ് ആണ് അല്ലെ? അപ്പൊ ദഹബ ഹാഷിം എന്നുള്ള ഈ പോർഷൻ എവിടെയാ വന്നത് നോക്കിയേ. ദഹബ ഹാഷിം ഇലൽ മസ്റ അല്ലെ? എങ്ങോട്ടാ പോയത്? മസ്റയിലേക്കാണ് പോയത് അല്ലെ? അപ്പൊ കറക്റ്റ് ആൻസർ അവിടെ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സഖാ ഹാഷിം അശ്ശത്തലാത്തി ഡേഷ് അല്ലെ? ആ ഡേഷ് ഇട്ടെടുത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വായിച്ചു നോക്കിയാൽ മതി. സഖാ കുല്ലയമുൻ സഖാ. ഈ അതേ ക്വസ്റ്റ്യൻ വേർഡ് സ്വബാഹൻ വ മസാൻ. കണ്ടോ ആൻസർ? സ്വബാഹൻ വ മസാൻ. കണ്ടോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വേർഡ്സുകൾ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയാ, പാരഗ്രാഫിൽ നിന്ന് വന്ന് ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യനെ നിങ്ങളൊന്ന് നല്ല പോലെ എന്ത് ചെയ്യുക? ആൻസർ ചെയ്താൽ മാത്രം. എങ്ങനെ ആൻസർ ചെയ്യുക? ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ മീനിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ മാമിന്റെ കുട്ടികൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് മറന്നു പോകരുത്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ മക്കളെ എല്ലാവരും ലൈവ് കാണുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക, നല്ല അടിപൊളിയായിട്ട് പോവുക, എക്സാം എഴുതുക. യെസ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇൻഷാ അല്ലാഹ് ഇനി ലൈവിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.